വെട്ടിയെടുത്ത് വണ്ടി അവിടെ നിന്നു. വണ്ടി മുന്നോട്ടും പോയില്ല പുറമോട്ടും പോയില്ല. അത് നല്ല വിളച്ചിലുണ്ടാവാൻ കുഞ്ഞിന്റെ ഭാഗ്യം. ചേട്ടന്റെ ഒരു മനോധൈര്യമാണ് അവിടെ ഉണ്ടായത്. അതായത് കുറച്ച് ദിവസം മുൻപ് ഈ ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുറച്ച് ദിവസം മുൻപ് നടന്ന കാര്യമാണത്. ഈ വീഡിയോ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് നെഞ്ഞു പൊട്ടൂട്ടാ. ഒരച്ഛൻ ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് ഒരു ബസ്സിന് മുമ്പിലേക്ക് എടുത്ത് ചാടുകയാണ്. ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ബസ്സിന് മുമ്പിലേക്ക് എടുത്ത് ചാടുകയാണ്. ആ ഡ്രൈവർ ചേട്ടൻ്റെ കൃത്യമായ ഇടപെടൽ മൂലം ആ ബസ് കറക്റ്റ് സമയത്ത് നിർത്തിയുകൊണ്ട് ഈ രണ്ടുപേരുടെ ജീവനാണ് അവിടെ രക്ഷപ്പെട്ടത്. ഈ ഒരച്ഛൻ്റെ ചിന്താഗതിയാണ്. പൊന്നി ഏട്ടന്മാർ, നിങ്ങൾ ഇങ്ങനത്തെ തെറ്റ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, ആ ഒരു പിഞ്ചു കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്ത തെറ്റുകൊണ്ട് അല്ലെങ്കിൽ വളരെ ചെറിയ ചിന്ത കൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു പിഞ്ചു കുഞ്ഞിനെ ആദ്യം കുലക്കി കൊടുക്കുക. നിങ്ങളുടെ ജീവൻ പോട്ടം വിചാരിക്കുക. നിങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പാവം ഡ്രൈവറുടെ ജീവിതം കൂടിയാണ്. അയാൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അയാൾക്ക് അതിലും വലിയ പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ. അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ഒരു 1000 രൂപയ്ക്കോ 1500 രൂപയ്ക്കോ വേണ്ടി ഓടുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ സംഭവങ്ങൾ കൊണ്ട് ഇടരുതിട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതെങ്ങനെ അന്ന് നിങ്ങൾ മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരാളുടെ പിഞ്ചു കുഞ്ഞിനെയും കൊന്ന ഒരു കൊടും ക്രിമിനലായിട്ട് അയാൾ ജീവിക്കേണ്ടി വന്നേനെ. നാട്ടുകാർ അതേ പറയുള്ളൂ. അതാണ് നമ്മളെ നാട്. ഇത്തരം വലിയ തെറ്റുകൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കണം കേട്ടോ.